ഇസ്രയേലും ഗസയും തമ്മിലുള്ള യുദ്ധം അതാണ് ലോക മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയം. ഇപ്പോൾ ഗസയുടെ 80% നിയന്ത്രണവും ഹമാസിന് നഷ്ടമായി എന്ന് വ്യക്തമായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാവ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഹമാസിൻ്റെ നേതാക്കളിൽ 95% പേരും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സൈനിക സുരക്ഷാ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകളുമില്ലാത്ത ഒരു കൂട്ടം സംഘം മാത്രമായിട്ട് ഹമാസ് മാറിയിരിക്കുന്നു. അതായത് കമാൻഡ് ആൻഡ് കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ടും തകർന്നു. ഹമാസിന് ഇനി ഗസയിൽ നിലനിൽക്കാൻ പോലും കഴിയുന്നില്ല. അതായത് ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ തലപ്പത്തുള്ള ഒരാൾ കുറച്ചു കാലമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ഇയാൾ BBC നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞത്. അതായത് BBC പറയുകയാണ് ഇനി ഗസയിൽ ഹമാസിന് നിലനിൽക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് 2023 നവംബറിൽ ഈ ഗസയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ ഹമാസിൻ്റെ കുറേ തീവ്രവാദികൾ ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തി. ഈ ആക്രമണത്തിന് പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അന്ന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ഹമാസിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് സൈനിക നിയന്ത്രണങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന നേതാവാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എന്നാൽ ഇയാളുടെ പേരോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താൻ BBC തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നേതൃത്വമില്ല, കമാൻഡില്ല, ആശയവിനിമയമില്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹമാസിന് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. 85% നിയന്ത്രണവും ഗസയിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി പലസ്തീൻകാർ പോലും ഹമാസിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗസ സിറ്റിയിലെ ഒരു കഫയ്ക്ക് നേരെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണം ഉണ്ടായി. ഈ വ്യോമാക്രമണത്തിൽ നാവികസേന കമാൻഡർ കൊല്ലപ്പെട്ടു. മോർട്ടാർ ഷെൽ ആക്രമണം നടന്നു, അതിലും ഒരാൾ കൊല്ലപ്പെട്ടു. റംസി റംദാൻ അബ്ദുൽ അലി സാലിഹ് എന്ന് പറയുന്ന നാവികസേന കമാൻഡറും 24 സൈനിക ഉദ്യോഗസ്ഥരുമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒപ്പം തന്നെ മോർട്ടാർ ഷെൽ സെല്ലിലെ ഡെപ്യൂട്ടി കമാൻഡറായ ഹിഷം ഐമാൻ അദിയ മൻസൂർ ഇയാൾ കൊല്ലപ്പെട്ടു. കൂട്ടാളിയായ മുഹമ്മദ് സുലൈമാൻ അബു സബ ഇയാളും കൊല്ലപ്പെട്ടു. ഇതോടുകൂടി ഗസയുടെ ഹമാസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും കൈവിട്ടുപോയി എന്നാണ് പറയുന്നത്. അതായത് ഇസ്രയേൽ അവിടെ സൈനിക സുരക്ഷ ഉറപ്പാക്കാനായിട്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുത്തുന്നു, കൂടുതൽ സൈനികരെയൊക്കെ നിയോഗിക്കുന്നു. ഇതിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്രയും നാൾ ഗസയെ നിയന്ത്രണത്തിലാക്കിയത് UN നിന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന മരുന്ന്, ഫുഡ്, അതുപോലെ തന്നെ വെള്ളം ഇവയുടെയൊക്കെ വിതരണം എല്ലായ്പ്പോഴും ഗസയിലെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർ അല്ലെങ്കിൽ അവിടുത്തെ ഗോത്ര വിഭാഗക്കാരൊക്കെയാണ് ചെയ്തത്. എന്നാൽ കുറച്ച് നാൾ മുമ്പ് ഇസ്രായേൽ ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. എന്നിട്ട് ദ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ഇതിൻ്റെ നിയന്ത്രണം നൽകി. അതോടുകൂടി പലസ്തീനിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ആഹാരം, മരുന്ന്, വെള്ളമെല്ലാം കിട്ടി. പക്ഷേ ഇവിടെ നിന്നിരുന്ന ഹമാസിന് അല്ലെ ഹമാസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതെല്ലാം നിഷേധിക്കപ്പെട്ടു. അവരൊരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ IDF അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഇതോടുകൂടി ഹമാസിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ നേതാവ് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നില്ല, അഥവാ ആവശ്യത്തിനുള്ള പണം കിട്ടിയാൽ തന്നെ അന്ന് ആയുധം മേടിക്കാനുള്ള സാഹചര്യം ഒത്തുവരുന്നില്ല. അപ്പോൾ ശമ്പളം പോലുമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഈ ഹമാസ് കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചതുപോലെ ഈ ഭീകര സംഘടനയെ ഏതാണ്ട് തുടച്ചു നീക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതായത് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ക്രിമിനൽ സംഘങ്ങളുടെ കൂട്ടായ്മയായിട്ട് ഈ ഹമാസ് മാറി. ഇത്രയും കാലം ഇറാൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ അതും നഷ്ടപ്പെട്ടു. ആവശ്യത്തിന് പണവും ആയുധവും ഒന്നും കിട്ടാതിരിക്കുന്ന ഹമാസ് എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേൽ വലിയ പ്രത്യാക്രമണം ഇവർക്ക് നേരെ നടത്തിയിരുന്നു. അതോടുകൂടിയാണ് ഹമാസിൻ്റെ നേതാക്കളെല്ലാം കൊല്ലപ്പെടുന്നത്, ഹമാസിൻ്റെ പ്രവർത്തകരെല്ലാം ചിന്നിച്ചിതറി പോകുന്നത്. ഇതിനിടയിൽ ഇപ്പം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നു. അതായത് ഏതാണ്ട് 21 മാസത്തെ ആക്രമണ പ്രവർത്തനങ്ങൾക്കെല്ലാം ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തലിന് അമേരിക്ക മുൻകൈയെടുത്ത് കൊണ്ടുവരുന്നത്. ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഉടൻ തന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹമാസ് ഇസ് അൽ ദിൻ ഹദാദ് എന്ന് പറയുന്ന പുതിയ കമാൻഡറെ ഹമാസിൻ്റെ ഗസയിലെ തലവനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഹദാദ് എന്ന് പറയുന്നത് ഗസ സിറ്റിയിൽ ജനിച്ചു വളർന്നയാളാണ്. അയാൾക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം. ഹമാസിൻ്റെ പോരാട്ടങ്ങൾക്ക് ഒരു കമാൻഡർ എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ എക്സ്പീരിയൻസുമുണ്ട്. മാത്രമല്ല ഹദാദ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം
ഒന്നുകിൽ ന്യായമായ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഇസ്രായേൽ അംഗീകരിക്കുക, അതല്ലെങ്കിൽ ഞങ്ങൾ രക്തസാക്ഷിത്വ യുദ്ധം നടത്തും, അല്ലെങ്കിൽ വിമോചന യുദ്ധം നടത്തും. എന്ന് പറഞ്ഞാൽ ഒരു ജിഹാദി പ്രവർത്തനം നടത്തുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് ഇസ് അൽ ദിൻ ഹദാദ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരുന്നത്. ഈ ഹദാദിന് 2023 നവംബറിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു നിർണായക റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ വീണ്ടും ഇവിടെ കൊണ്ടുവെക്കുന്നത് ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹമാസിലെ നേതാക്കൾ 95% പേരും കൊല്ലപ്പെട്ടു, ഗസയിലെ നിയന്ത്രണം 80% നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഹമാസ് നേതാവ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നേരത്തെ തന്നെ ഈ BBC നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്, ഞങ്ങൾ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ വലിയ പ്രത്യാക്രമണങ്ങളാണ് നടത്തിയത്. ഇതോടുകൂടി ഇപ്പം അവിടെ നടത്താൻ പോകുന്നത് ഗറില്ല യുദ്ധമുറകൾ മാത്രമാണ്. കാരണം യാതൊരു നിയന്ത്രണവുമില്ലാത്ത ക്രിമിനൽ സംഘങ്ങൾ ഹമാസിലേക്ക് നുഴഞ്ഞു കയറിയതോടുകൂടി ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ IDF തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. IDF ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. ഭക്ഷണ നിയന്ത്രണം അവർ ഏറ്റെടുത്തു. അതോടുകൂടി ഗോത്ര വിഭാഗത്തിന്, ഹമാസ് നേതൃത്വത്തിന് ഒന്നും യാതൊരു ഇടപെടലും നടത്താൻ സാധിക്കുന്നില്ല. ഇനി സ്ഥിതിഗതികളൊക്കെ ഒന്ന് നിയന്ത്രണത്തിലാക്കണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചില നിലപാടുകൾ സ്വീകരിക്കാനായിട്ട് ഹമാസ് നിലപാടെടുത്തു. കാരണം 57 ദിവസത്തെ വെടിനിർത്തൽ നേരത്തെ ജനുവരിയിൽ ഇസ്രായേലും അതുപോലെ തന്നെ ഈ ഹമാസും തമ്മിൽ പ്രഖ്യാപിച്ചു. പക്ഷേ മാർച്ച് ആയപ്പം ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങുകയും വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്തു. അപ്പോൾ ആ 57 ദിവസങ്ങൾക്കുള്ളിൽ ചിതറിപ്പോയ ഹമാസിൻ്റെ പ്രവർത്തകരെ കൂട്ടിയോജിപ്പിക്കാനും അവരെ സംഘടിപ്പിച്ച് വീണ്ടും ഹമാസ് നേതൃത്വം ഒന്ന് സുസംഘടിതമായി വരാനും ശ്രമിക്കുന്നതിനിടയിലാണ് ഇവർ ഏകപക്ഷീയമായി വെടിനിർത്തലിൽ നിന്ന് പിന്മാറുകയും ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പോകുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ചില ചർച്ചകൾ നടത്തുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് ഹമാസ് പിടിച്ചുകൊണ്ടുപോയ 20 ബന്ദികളെ കൊന്നു, അവർ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമായി. ഇനി 30 പേർ ജീവനോടെയുണ്ട്. അവരെ മോചിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. അതുപോലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്, ഇപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത് ഗറില്ല യുദ്ധമുറയാണ്. അതായത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് ചിന്നിച്ചിതറാൻ കഴിയുന്ന ഈ ചാവേർ ആക്രമണം പോലും അവർ നടത്തിയേക്കാം. കാരണം ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ ഛിന്ന ഭിന്നമാക്കി. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായ ഹമാസിനെ ഗസയിൽ നിന്ന് ഏതാണ്ട് തുടച്ചു നീക്കി എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. അപ്പോൾ ഇനി അവശേഷിക്കുന്ന ബന്ദികളെ കൂടി മോചിപ്പിച്ചാൽ ഗസയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകും. ഇതിനിടയിൽ ഇപ്പോൾ ഹമാസിനെയും ഹിസ്ബുള്ളയും ഏതാണ്ട് ഇസ്രായേൽ തീർത്തു. ഹൂത്തികളുടെ ചില പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ യമനിലെ ഹൂത്തികൾക്ക് നേരെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തുന്നുണ്ട്. അതായത് അവിടുത്തെ കപ്പലുകൾക്ക് നേരെ, അതുപോലെ തന്നെ അവിടുത്തെ പവർ സ്റ്റേഷനുകൾക്ക് നേരെ, തുറമുഖങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തി. ഹൊസൈദ, റാഷിസ, സാലിഫ് തുടങ്ങിയ തുറമുഖങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നു. അതുപോലെ തന്നെ റാഫ് ഖത്തീബ് എന്ന് പറയുന്ന അവിടുത്തെ പവർ സ്റ്റേഷനും ആക്രമണത്തിൽ തകർന്നതോടെ വൈദ്യുതി ബന്ധം പോലും വിച്ഛേദിക്കപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ അവശേഷിച്ചിരുന്ന ഇറാൻ പ്രോക്സി എന്ന് പറയുന്നത് ഈ ഹൂത്തികളായിരുന്നു. ഈ ഹൂത്തികൾക്ക് നേരെയാണ് ഇസ്രായേൽ ഒടുവിലത്തെ ആക്രമണം നടത്തിയത്. അമേരിക്കയും ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തി. കാരണം ചെങ്കടലിലെ കപ്പലിന് നേരെ വീണ്ടും ഹൂത്തികൾ മിസൈൽ തൊടുത്തതോടുകൂടിയാണ് അമേരിക്കയും ആക്രമണം നടത്തിയത്. ചുരുക്കം പറഞ്ഞാൽ ഇറാൻ്റെ പ്രോക്സികളായി ഉണ്ടായിരുന്ന ഹമാസിനെ ഗസയിൽ നിന്ന് ഏതാണ്ട് 80% തുരത്തി അതിൻ്റെ നേതാക്കളിൽ 95% ആളുകളെയും കൊന്നു. ഇനി ലെബനിലേക്ക് പോയാൽ അവിടെ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയും ഏതാണ്ട് തുടച്ചു നീക്കി. അവശേഷിക്കുന്നത് യമനിലെ ഹൂത്തികളാണ്. ഹൂത്തികൾക്ക് നേരെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും കനത്ത ആക്രമണം നടത്തിയത്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തുന്ന ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. ഹമാസിൻ്റെ നേതാവ് തന്നെ തങ്ങൾ തോറ്റു എന്ന് ഔദ്യോഗികമായി ഏതാണ്ട് പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് BBC നൽകിയ അഭിമുഖം. അതുകൊണ്ട് ഇനി ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരം നെതന്യാഹു എന്ത് നിലപാട് സ്വീകരിക്കും, ഗസയെ എങ്ങനെയാണ് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അറിയാനിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള തീരുമാനം, പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.